ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിൽ അധിക പേർക്കും മടിയുള്ള ഒരു കാര്യമാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സിമ്പിളും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ വന്നിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് ബദാം കുതിർത്ത് വെച്ച് തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 20 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നിറയെ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം ഒരു 10 ഈത്തപ്പഴമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചൊന്ന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചേർക്കുന്നത് 2-3 മൈസൂർ പഴം ചേർത്ത് കൊടുക്കാം. പകരം പൂവമ്പഴം ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മുഴുവനായിട്ട് നമുക്ക് ഒരു 3/4 കപ്പോളം പാല് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദമാവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ് നമുക്കിത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുണ്ടാവുക. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം പാല് എന്താ പറയുക, മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് ചേർക്കുന്നതാണ്. ഇപ്പോൾ ലൂസായി പോയാൽ പിന്നെയും പൊടിയൊക്കെ ഇട്ട് ടൈറ്റാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ പാൽ നമ്മൾ നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. പാൽ ചേർത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ മിക്സി അടച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അധികം ലൂസ് ആവരുത്, എന്നാൽ അധികം ടൈറ്റും ആവരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ പാൻകേക്കിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മാവ് നമ്മൾ പാനിൽ ഒഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് ഒലിച്ച് പോകുന്ന രീതിയിൽ ലൂസാക്കാതിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മറിച്ചിടുന്ന സമയത്തൊക്കെ സൂക്ഷിച്ച് ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോവും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് മൈസൂർ പഴം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഉടച്ചിട്ട് അതിലോട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഡിഷ് ഇല്ലാതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യണം.